ഹണിറോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ കുറച്ചു നേരമായി കൈരളി ന്യൂസിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോണും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, ഇപ്പോൾ ഈ കേസിൽ ഹണിറോസ് നൽകിയ കേസിൽ പ്രതിയായിട്ടുള്ള ബോബി ചെമ്മണ്ണൂർ ഉള്ളത് കോടതിയിലാണ്. എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്കുള്ളിലാണല്ലേ? തീർച്ചയായും ശരത്ത്, എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കോർട്ട് 2-ലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കിയിട്ടുള്ളത്. അതോടൊപ്പം നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫോൺ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ ഫോണും ഇതോടൊപ്പം ഹാജരാക്കിയിട്ടുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയ പരാമർശവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾക്ക് ഈ ഫോൺ ഒരു നിർണായക ഘടകം കൂടിയാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഫോൺ കസ്റ്റഡിയിലെടുത്ത് ഫോൺ കൂടി ഹാജരാക്കുന്നത്. ഹണിറോസ് നൽകിയ പരാതി പ്രകാരം സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തികരമായ രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗമുള്ള രീതിയിൽ ലൈംഗിക പരാമർശത്തോടു കൂടിയുള്ള പ്രയോഗങ്ങൾ നടത്തിയിരുന്നു. ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നേരത്തെ നടത്തിയത് കൂടാതെ പലതവണ മറ്റ് മാധ്യമങ്ങളിൽ നൽകിയപ്പോൾ ചില സോഷ്യൽ മീഡിയ ചാനലുകളിൽ ഉൾപ്പെടെ നൽകിയപ്പോൾ അതിലെല്ലാം ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചു. ഈ സാഹചര്യത്തിലാണ് താൻ പരാതി നൽകിയത് എന്നും ഹണിറോസ് പറഞ്ഞിരുന്നു. ഈ പരാതിയിൽ 3 വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിൽ ഭാരതീയ ന്യായ സംഹിത IT ആക്ട് വരുന്ന 67-ാം വകുപ്പ്, അതോടൊപ്പം തന്നെ 75-ാം വകുപ്പിൻ്റെ 1-ാം ഉപവകുപ്പ് 75(1)-ൽ ഉപവകുപ്പുകൾ 1ഉം 4ഉം അങ്ങനെ 3 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം ഇനി മറ്റൊരു സാധ്യത, വേറെ എന്തെങ്കിലും വകുപ്പുകൾ ഉൾപ്പെടാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി ഹണിറോസ് നൽകിയത്. ആ മൊഴിയിൽ എന്തെങ്കിലും നിർണായക വിവരങ്ങൾ മജിസ്ട്രേറ്റിന് നൽകിയിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിഗണിച്ചാവും ഒരുപക്ഷെ മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ. ഒരുപക്ഷെ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു അപേക്ഷ പോലീസ് നൽകുന്നില്ലെന്നാണ് മനസ്സിലായത്. കാരണം ഇനി ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ വിവരങ്ങൾ തേടുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യേണ്ട ഒരു ആവശ്യം പോലീസിനെ സംബന്ധിച്ചില്ല. പോലീസ് പറയുന്നത് ACP നമ്മളോട് രാവിലെ സംസാരിച്ചപ്പോഴും പറഞ്ഞത് ആവശ്യമായ തെളിവുകൾ പോലീസിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ അന്വേഷണവുമായി ഇനി ബോബി ചെമ്മണ്ണൂർ സഹകരിച്ചില്ലെങ്കിൽ പോലും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതില്ല. കൃത്യമാണ് വിവരങ്ങൾ ആവശ്യമായി. അതായത് പരാതിയിൽ എന്തിനടിസ്ഥാനത്തിലാണോ FIR ഇട്ട് കേസെടുത്തിട്ടുള്ളത്, ആ FIRൽ പറയുന്ന ആ കേസിൽ നിലനിൽക്കുന്ന രീതിയിലുള്ള അതിനാവശ്യമായ തെളിവുകൾ പോലീസിൻ്റെ പക്കലുണ്ട്. അത് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഹണിറോസ് തന്നെ നേരത്തെ കൈമാറിയിരുന്നു. ബോബി ചെമ്മണ്ണൂർ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ വീഡിയോയുടെ ലിങ്കുകൾ, അതോടൊപ്പം തന്നെ ചില സ്ക്രീൻഷോട്ടുകൾ തന്നെയുമല്ല, ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല ഇതിനകത്ത്, അതായത് ബോബി ചെമ്മണ്ണൂരിനെതിരെ നൽകിയ ഒരു പരാതി കൂടാതെ തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ തുടർച്ചയായി ഉണ്ടാകുന്ന പരാമർശങ്ങൾ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഉൾപ്പെടെ വന്ന ചില ആളുകൾ കമൻറ്റുകൾ ഇടുന്നു. അങ്ങനെ അത്തരത്തിലുള്ള 20ഓളം പേരുടെ അക്കൗണ്ടുകൾ പോലീസ് നിരീക്ഷണത്തിലാണ്. IT വിഭാഗം അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ 5ഓ 6ഓ അക്കൗണ്ടുകൾ ഫേക്ക് അക്കൗണ്ടുകളാണെന്ന കാര്യം പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതായത് ആരാണ് ഇത്തരം ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഈ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നത്, തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ വന്ന് കമൻറ്റുകൾ ഇടുന്നത്, ഹണിറോസിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കമൻറ്റ് ഇടുന്നത് കൂടാതെ ഹണിറോസുമായി ബന്ധപ്പെട്ട വീഡിയോകൾ വരുന്ന YouTube ചാനലുകളിൽ ഉൾപ്പെടെ വന്ന ഇത്തരക്കാർ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അത്തരം പരാമർശങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും. ഇതിൻ്റെ തുടക്കം എന്നോണമാണ് കഴിഞ്ഞ ദിവസം കുമ്പളം സ്വദേശി ഷാജി എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഇതിലുയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് തിയോഫിൻ. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ. ഹണിറോസിൻ്റെ പരാതിയിലാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്നലെ, ഇപ്പോൾ നേരത്തെ ആ ദൃശ്യങ്ങൾ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ ഇന്നലെ വയനാട്ടിൽ നിന്നാണ്, റിസോർട്ടിൽ നിന്നാണ് പിടികൂടിയത്. ആ പരാതി വന്ന ഉടൻ തന്നെ പോലീസ് അതിശക്തമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതേ തുടർന്ന് അവിടെ നിന്ന് പിടികൂടിയ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എറണാകുളം സെൻട്രൽ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം അവർക്ക് കസ്റ്റഡിയിൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, ഈ കേസന്വേഷണത്തിന് പ്രാഥമികമായി ചോദ്യം ചെയ്യുന്നതിനുമൊക്കെയുള്ള അവസരം
അവസരങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളുണ്ട്. 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം എന്ന നിലയ്ക്കുള്ള നിയമപരമായ ഉത്തരവാദിത്വം ആ സമയക്രമത്തിനുള്ളിൽ പാലിച്ചുകൊണ്ടാണ് പോലീസ് പിന്നീട് അങ്ങോട്ട് നീങ്ങിയത്. ഇന്നലെ രാത്രി തന്നെ വൈദ്യപരിശോധനയൊക്കെ പൂർത്തീകരിച്ചിരുന്നു. വീണ്ടും കസ്റ്റഡിയിൽ ഇത്ര മണിക്കൂറുകൾ പോലീസിന് ബോബി ചെമ്മണ്ണൂരിനെ കിട്ടിയതുകൊണ്ട് തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറേയധികം മുന്നോട്ട് പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഈ പ്രാഥമിക അന്വേഷണങ്ങളിലൂടെ ബോധ്യപ്പെട്ട കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടാകും പോലീസ് റിമാൻഡ് റിപ്പോർട്ട് അടക്കം കോടതിയിലേക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ കോടതി നടപടികൾക്ക് ശേഷം ആ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനകത്ത് ഒക്കെ പോലീസ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തി ഇതുവരെ വന്നിട്ടുള്ളത് ഹണി റോസിൻ്റെ പരാതിയാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. പിന്നീട് ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ ബോബി ചെമ്മണ്ണൂർ വിളിച്ചു പറയുന്ന താൻ നിരപരാധിയാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തി, ഏതൊക്കെ തരത്തിലാണ് ഹണി റോസിൻ്റെ പരാതിയിൽ പറയും പോലെ ഈ ബോബി ചെമ്മണ്ണൂർ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് വരുന്നത്, പ്രതി എന്ന നിലയിൽ ഈ കേസ് ഈ ലൈംഗിക അധിക്ഷേപ പരാമർശങ്ങൾ ഏതൊക്കെ തരത്തിലാണ് അവർക്ക് അപകീർത്തികരമായൊരു സാഹചര്യം ഉണ്ടാക്കും വിധം, അവരെ ഏറ്റവും ദോഷകരമായി ബാധിക്കും വിധം എങ്ങനെയൊക്കെ പെരുമാറി, അതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ നിരവധിയായ വീഡിയോകൾ വളരെ ശക്തമായി പ്രചരിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിലാണ് ബോബി ചെമ്മണ്ണൂർ പെരുമാറിയത് എന്നുള്ള വീഡിയോകളൊക്കെയുണ്ട്. ഇതെല്ലാം ഈ കാലയളവിൽ ഈ മണിക്കൂറുകളിൽ പോലീസ് പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളെല്ലാം അത് ബോധ്യപ്പെടുത്തുന്നത് തന്നെയാണ്. വളരെ ശക്തമായ ഒരു പ്രാഥമിക അന്വേഷണത്തിന് പോലീസിന് ലഭിച്ച സമയമുണ്ട്. ഇതെല്ലാം കോടതിക്ക് മുമ്പാകെ ഇന്ന് പ്രതിയായിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായി കോടതിയെ അറിയിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ അറിയാനുള്ളത് എന്താണ്, ഇതിൽ കോടതി ഏത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കോടതി ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യുകയാണോ അതോ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകുമോ എന്നുള്ളതാണ്. പോലീസ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെ സ്വാഭാവികമായും ഈ നിലയിൽ റിമാൻഡ് ചെയ്യുന്ന നിലയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ആ നിലയിലുള്ള ശക്തമായ ഒരു അന്വേഷണത്തിൻ്റെ പശ്ചാത്തലമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നതുകൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ തിയോഫിൻ എല്ലാവരും നോക്കുന്നത് കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് തന്നെയല്ലേ. റിമാൻഡിലാകുമോ, ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യുമോ അതോ ജാമ്യം ലഭിക്കുമോ? എല്ലാ അന്വേഷണവും ഇപ്പോൾ ആ വഴിക്കല്ലേ. തീർച്ചയായും ശരത്ത് സൂചിപ്പിച്ചതുപോലെ ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് കാര്യങ്ങളെ നോക്കിക്കാണേണ്ടതുണ്ട്. ഒന്ന്, ഇത്തരത്തിലൊരു കുറ്റം ചെയ്തതിൻ്റെ കുറ്റബോധമില്ലാതെയാണ് ബോബി ചെമ്മണ്ണൂർ പെരുമാറുന്നത് എന്നെങ്കിൽ കൂടി ഇത് വലിയ വിഷയമായി ഇത്തരമൊരു പരാതിയിലേക്കും കേസിലേക്കും പോകുന്നതിന് പ്രധാന കാരണം തുടക്കമിട്ടത് ബോബി ചെമ്മണ്ണൂരിൻ്റെ പരാമർശങ്ങളാണെങ്കിലും ഇതിന് പിന്നാലെ ഇത്തരം വീഡിയോകളിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ വീഡിയോകളിലും അതോടൊപ്പം തന്നെ ഹണി റോസിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ അപകീർത്തികരമായ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. അത്തരം അധിക്ഷേപങ്ങൾ നടത്തിയതാണ് ഇത് കൂടുതൽ വിവാദ വിഷയമായത്. കാരണം അങ്ങനെ ഒരു തുടർന്നപ്പോൾ അതുതന്നെയുമല്ല, പിന്നീട് പല സോഷ്യൽ മീഡിയ ചാനലുകൾക്ക്, യൂട്യൂബ് ചാനലുകൾക്ക് ഉൾപ്പെടെ ചില അഭിമുഖങ്ങൾ നൽകിയപ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം അധിക്ഷേപ പരാമർശങ്ങൾ ആവർത്തിച്ച് വരികയും ചെയ്തു ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തുനിന്നും. അത്തരം വീഡിയോകളിലൂടെ ഇദ്ദേഹം നൽകിയ അഭിമുഖങ്ങളിൽ തൻ്റെ പേര് പറഞ്ഞുള്ള അധിക്ഷേപങ്ങൾ വന്നതാണ് ഹണി റോസ് ഒരു കേസുമായി മുന്നോട്ട് പോകാനുള്ളൊരു കാരണമായത്. എന്നാൽ ബോബി ചെമ്മണ്ണൂർ പറയുന്നത് താൻ ദ്വയാർത്ഥ പ്രയോഗമുള്ള വാക്കുകൾ താൻ തമാശയ്ക്കും മാർക്കറ്റിങ്ങും ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ്, മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി ചില തമാശകൾ പറഞ്ഞു എന്നതല്ലാതെ അധിക്ഷേപം താൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തെങ്കിലും തെറ്റ് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ താൻ അതിൽ മാപ്പ് പറയാൻ തയ്യാറാണെന്നൊക്കെ പറയുമ്പോഴും ഇത് വീഡിയോ കാണുന്നവർക്കൊക്കെ വ്യക്തമാണ് എന്ത് ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ ഇത്തരം വാക്കുകൾ പ്രയോഗിച്ചത് എന്ന്. പക്ഷേ അവിടെയാണ് ഈ സൈബർ കുറ്റകൃത്യത്തിന്റെ തിയോഫിൻ പറഞ്ഞതുപോലെ സൈബർ കുറ്റകൃത്യത്തിന്റെ ആഴം, ഗൗരവം നിൽക്കുന്നത് അവിടെയാണ്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഏറ്റവും ദോഷകരമായ രീതിയിൽ, ഏറ്റവും മോശപ്പെട്ട രീതിയിൽ എങ്ങനെ ഒരാൾ സ്വാധീനിക്കപ്പെടുന്നു, സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ആ വീഡിയോകളിലൂടെയൊക്കെ എങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചിട്ടുള്ളത് എന്ന് അറിയാവുന്ന കാര്യമാണ്. അതേ തുടർന്നാണ് ഹണി റോസ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഏതെങ്കിലും തരത്തിൽ സംസാരിക്കാനോ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് അതിൽ വന്ന് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ മുൻപ് സംസാരിച്ചതിൻ്റെ ഒരു സ്വാധീനത്താൽ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പലരും പിന്നാലെ വന്നവരെ ആക്ഷേപിക്കും വിധത്തിലേക്ക് കമൻറ്റുകൾ ഇടുന്ന നില കൈവന്നത്. അങ്ങനെയാണ് ആ കേസുകളുടെ തുടക്കം. പിന്നീടാണത് ഇപ്പോൾ തിയോഫിൻ സൂചിപ്പിച്ച പോലെ
ബോബി ചെമ്മണ്ണൂരിന് എതിരെ തന്നെ ക്രൈം നമ്പർ 31/2025 എന്ന നിലയിൽ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ FIR പ്രകാരം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം 24 കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം 7-ാം തീയതി ബോബി ചെമ്മണ്ണൂരിൻ്റെ ഉടമസ്ഥതയിലുള്ള, അതായത് FIR പ്രകാരം പ്രതിയായിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ ഉടമസ്ഥതയിലുള്ള കണ്ണൂർ ആലക്കോട്ടുള്ള ഷോറൂം ഉദ്ഘാടനത്തിന് ചെന്ന പരാതിക്കാരിയെ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് പ്രതി ഒരു നെക്ലേസ് ധരിപ്പിക്കുകയും അവരുടെ സമ്മതമില്ലാതെ ലൈംഗിക ഉദ്ദേശത്തോടെ അവരുടെ കയ്യിൽ പിടിച്ച് കറക്കുകയും അതിനുശേഷം ഒരിക്കൽ കൂടി മാലയുടെ പിൻവശം കാണുന്ന ദ്വയാർത്ഥ പ്രയോഗം നടത്തി മനഃപൂർവ്വം ആവലാതിക്കാരിയുടെ, അതായത് പരാതിക്കാരിയായിട്ടുള്ള ഹണി റോസിൻ്റെ കൈ പിടിച്ച് വീണ്ടും കറക്കുകയും ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഈ തരത്തിൽ അവിടെ ഒരു പ്രകടനവും ദൃശ്യങ്ങളും ഒക്കെ പ്രചരിച്ച ശേഷം പിന്നീട് ഇതേക്കുറിച്ച് കൂടുതൽ പ്രതിപാദനം ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന വീഡിയോയും അതുപോലെ തന്നെ പ്രചരിച്ചു. ആ പ്രചരണത്തിലാണ് കൂടുതൽ ഇതേക്കുറിച്ച് അവരെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പല രൂപത്തിലേക്കും മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി ചെയ്തതാണ് എന്നിപ്പോൾ പോലീസിനോട് പറയുന്ന ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്, പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തും അങ്ങേയറ്റം മോശപ്പെട്ട രീതിയിൽ വളരെ ഹീനമായ നിലയിൽ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചുകൊണ്ടേ ഇരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം പിന്നീട് ഏറ്റെടുത്തുകൊണ്ട് ഹണി റോസിൻ്റെ പേജിലേക്കൊക്കെ വന്നിട്ട് അവർ എന്തെങ്കിലും കുറിച്ചാൽ അതിന് താഴെ വന്ന് ഈ തരത്തിലേക്ക് കമൻറ്റ് ചെയ്യുന്ന നിലയിലേക്ക് ദുസ്വാധീനം ചെലുത്തുന്നു എന്ന് പറയുന്ന പ്രശ്നം ഇതിനകത്തുണ്ട്. അവിടെയാണ് ഈ കേസ് രൂപപ്പെട്ടത് എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന ഈ കേസിലെ പ്രതി, ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച 31/2025 ക്രൈം നമ്പറായിട്ടുള്ള കേസിൽ ഇപ്പോൾ എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതിയിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന പ്രതിയുള്ളത്. കോടതി റിമാൻഡ് ചെയ്യുമോ അതോ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ജാമ്യം ലഭിക്കുമോ, ഉപാധികളോടെ ജാമ്യം ലഭിക്കുമോ, ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമോ, അതോ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ റിമാൻഡിനെ തുടർന്ന് സ്വാഭാവികമായും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുന്ന സാഹചര്യം വരും. തുടർന്ന് നമ്മുടെ വാർത്തകളിലേക്ക് വരാനിടയുള്ളത് റിമാൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു റിമാൻഡ് റിപ്പോർട്ട് വരും. അതിനകത്ത് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹണി റോസ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പിടിച്ച പ്രതിയായിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിനെ വെച്ച് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള വിവരങ്ങൾ കോടതിയെ ഈ അന്വേഷണ സംഘം ധരിപ്പിക്കുന്നതും ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഈ കേസിൽ ഇനി വരാനിടയുള്ള വാർത്തയുടെ ഒരു സാഹചര്യം നിൽക്കുന്നത്. അതിലെന്താണ് സംഭവിക്കുക എന്നുള്ളത് കോടതിയുടെ തീരുമാനമാണ്. കോടതി ഏതൊക്കെ തരത്തിലാണ് മുൻപിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, രേഖകൾ, അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൽ പ്രതിയുടെ ഭാഗത്തു നിന്ന് ജാമ്യാപേക്ഷയുടെ ഭാഗമായി പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, തുടരന്വേഷണത്തിൽ ഈ പ്രതി, സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് കേസുകളിൽ പ്രതി പുറത്തു നിന്നാൽ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അത് കേസിനെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കപ്പെടാം, കേസന്വേഷണത്തെ അത് ദുർബലപ്പെടുത്താം, കേസിനെ അത് അട്ടിമറിച്ചേക്കാം. ഇത്തരം സാഹചര്യങ്ങളൊക്കെ കാരണം കുറെ കൂടി പ്രബലനായ ഒരു പ്രതി എന്ന പ്രശ്നമൊക്കെ ഇതിനകത്ത് വരാനിരിക്കുന്നു. ഇതെല്ലാം കോടതിയുടെ പരിഗണനയിൽ വരുന്ന വിഷയങ്ങളാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നിയമപരമായൊരു ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് കോടതി ഇതിലൊരു തീർപ്പ് കൽപ്പിക്കുക.